നമസ്കാരം, ഞാൻ ജയശ്രീ ഗോവിന്ദൻ, റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് റിട്ടയർമെന്റ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ടുള്ള പല പോയിന്റുകളെ കുറിച്ചാണ്. ഒരു റിട്ടയർമെന്റ് പ്ലാനിങ് നമ്മൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അല്ലെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അതൊരു ഫ്രീക്വന്റ് ബേസിൽ നമുക്ക് കിട്ടുന്നതായിരിക്കണം. ഒറ്റത്തവണയായിട്ട് കിട്ടേണ്ട ഒരു ഫണ്ടോ അങ്ങനെയൊന്നും ആയിരിക്കരുത്. അത് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് ഫ്രീക്വന്റ് ബേസിൽ കിട്ടേണ്ടതായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് എത്ര നാള് നമ്മളുടെ ആയുർദൈർഘ്യം ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. എത്ര നാള് നമ്മൾ ജീവിച്ചിരിക്കും എന്നൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതിപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് അതല്ലേ മെഡിക്കൽ എക്സ്പെൻസോ അല്ലെങ്കിൽ മെഡിക്കൽ നീഡ്സ് വരുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് തന്നെ നമ്മൾ അത് കൺസിഡർ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് എത്ര നാൾ ഇനി ഒരു റിട്ടയർമെന്റ് ലൈഫിലേക്ക് ഉണ്ട്. ഇപ്പം നമ്മൾ ചിലപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു ടൈം ആണെങ്കിൽ നമ്മൾ റിട്ടയർഡ് ആവാൻ എത്ര സമയമെടുക്കും, ആ ഒരു റിട്ടയർമെന്റിനേക്കുള്ള കാലഘട്ടം എത്രയാണ്, അതുവരെയുള്ള ഇൻകം എങ്ങനെയായിരിക്കും, ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. പിന്നെ ഇതെല്ലാത്തിനപ്പുറം നമ്മളൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് ജീവിക്കാനുള്ള ഒരു ഫണ്ട് നമ്മൾ റേസ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്ര നമ്മൾ റേസ് ചെയ്യേണ്ടി വരും, നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആവാനായിട്ട് എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു എഡ്യൂക്കേഷനോ ഒരു മാരേജിനോ ഒക്കെ നമുക്ക് ലോൺ കിട്ടാം, അല്ലെങ്കിൽ സ്കോളർഷിപ്പ് കിട്ടാം. എഡ്യൂക്കേഷനൊക്കെ ആണെങ്കിൽ സ്കോളർഷിപ്പ് കിട്ടാം. പക്ഷെ ഒരിടത്തും കിട്ടാത്ത ഒന്നാണ് റിട്ടയർമെന്റ് ഫണ്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റിയും. ഒരു ലോണോ ഒരു സ്കോളർഷിപ്പോ ഒന്നും നമുക്ക് റിട്ടയർമെന്റിന് വേണ്ടിയിട്ട് കിട്ടില്ല. ആ ഒരു കാര്യം മനസ്സിൽ വെക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ഏർലി തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ സേവ് ചെയ്യുക. അതിന് ഇത്തരം പോയിന്റുകളെല്ലാം നമ്മളൊന്ന് റീകളക്ട് ചെയ്യുക. അതായത് നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആയിരിക്കണം നമ്മൾ തയ്യാറെടുക്കേണ്ടത്. അതുപോലെ നമുക്ക് എത്ര കാലത്തേക്ക് നമ്മുടെ റിട്ടയർമെന്റ് ലൈഫ് ഉണ്ടായിരിക്കുമെന്നൊന്ന് വെറുതെ കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് ഇനി റിട്ടയർഡ് ആവാൻ എത്ര സമയമുണ്ടോ, അപ്പോൾ ആ സമയത്തിനനുസരിച്ച് നമുക്ക് എത്രത്തോളം സേവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. പിന്നെ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കാം, മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാനുള്ള ഫണ്ട് റെഡിയാക്കുക. ഈ കാര്യങ്ങൾ നമ്മളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഒരു റിട്ടയർമെന്റ് പ്ലാനിങ് നമ്മൾ റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഉപകാരപ്രദമാകുന്നുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളെല്ലാം ഇത്തരം പ്ലാനിങ് ഒക്കെ ചെയ്തു തുടങ്ങിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ മറ്റു വിവരങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരും വരെ ടേക്ക് കെയർ, ബൈ.